എല്ലാവർക്കും കാൽക്സ് ഉണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ ഇതാണ്: സൊല്യൂഷൻസ് വിച്ച് സാറ്റിസ്ഫൈ ദ ലീനിയർ കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് ഓഫ് എ LPP ഈസ് കോൾഡ്. LPP എന്ന് വെച്ചാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് നോൺ നെഗറ്റീവ് കണ്ടീഷനും അതേപോലെ ലീനിയർ കൺസ്ട്രെയിൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഫീസിബിൾ സൊല്യൂഷൻ, അൺബൗണ്ടഡ് സൊല്യൂഷൻ, ഓൾ ഓഫ് ദ എബോവ്. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെയാ ഡെഫിനിഷൻ വരുന്നത്? സൊല്യൂഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ഓൾ ലീനിയർ കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്തെ നോൺ നെഗറ്റീവ് കണ്ടീഷനും അതേപോലെ ലീനിയർ കൺസ്ട്രെയിൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് എന്ത്? ഫീസിബിൾ സൊല്യൂഷൻ. ഇനി എന്താണ് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ? ഇസ് എ കണ്ടീഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് സം ഓഫ് വേരിയബിൾ ഈച്ച് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് മസ്റ്റ് ബി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ട് വേരിയബിൾസ് എടുക്കുക, എക്സും വൈ. സം ഓഫ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? എക്സ് പ്ലസ് വൈ ആയിരിക്കും സം ഓഫ് വേരിയബിൾ. ഈച്ച് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ്. ആ രണ്ട് വേരിയബിളിനെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മസ്റ്റ് ബി, അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലെസ് ദാൻ ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആകാം, ഓർ ഈക്വൽ ടു മറ്റൊരു കോൺസ്റ്റന്റിനോട് എന്തായിരിക്കണം? ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഈക്വലോ ആയിരിക്കണം. അപ്പം നമുക്ക് ലീനിയർ കൺസ്ട്രെയിൻസിന് ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തേക്കുന്നത്. 2x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈ ഒരു ഫോമിലൊക്കെ വരുവാണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഇനി നോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എ നമ്പർ ഓർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സീറോനെക്കാട്ടി വലിയതായിട്ടുള്ളൊരു നമ്പറോ വാല്യൂ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി നോൺ നെഗറ്റീവ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ അത് സീറോനെക്കാട്ടി വലുതായാൽ മതി. നോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇല്ലാത്ത നമ്പേഴ്സ്, അത്രേ സിമ്പിളി ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന സൊല്യൂഷനാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.